നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ ബജറ്റ് അവതരണത്തിനിടെ പ്രതിപക്ഷ ബഹളം. ഭൂരിപക്ഷമില്ലാത്ത ഭരണസമിതിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് UDF അംഗങ്ങൾ പ്രതിഷേധിച്ചു. വന്നത് ഈ ഒരു ബഡ്ജറ്റ് പാസ്സായതായിട്ട് അംഗീകരിക്കുന്നു. മനസ്സിലായില്ലേ? പിന്നെ ഒരു പദ്ധതി നടപ്പാക്കാണ്ടിരിക്കാനുള്ള ഒരു ഗൂഢതന്ത്രമുണ്ടല്ലോ, അതാണ് കാര്യം. ബജറ്റ് അവതരണം തുടങ്ങിയപ്പോൾ ഡയസിന് മുന്നിൽ നിന്ന് പ്രസംഗിച്ചും മുദ്രാവാക്യം വിളിച്ചും ബജറ്റ് അവതരണം UDF അംഗങ്ങൾ തടസ്സപ്പെടുത്തി. ബജറ്റ് രേഖ UDF അംഗങ്ങൾ പിടിച്ചുവാങ്ങി കീറിയെറിഞ്ഞ് പ്രതിഷേധിച്ചു. നാട്ടികയുടെ വികസനവും ക്ഷേമവും ഇല്ലാതാക്കിയവർ അഴിമതി നടത്താൻ വേണ്ടി മാത്രമാണ് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നതെന്ന് UDF അംഗങ്ങൾ ആരോപിച്ചു. CPMന്റെ അഴിമതിക്ക് കുടപിടിച്ച് BJP പങ്ക് പറ്റുന്നുണ്ടെന്നും പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ UDF അംഗങ്ങളായ P. ബിനു, ശ്രീദേവി മാധവൻ, ബിന്ദു പ്രദീപ്, KR ദാസൻ, റസീന ഖാലിദ്, CS മണികണ്ഠൻ എന്നിവർ പറഞ്ഞു. ഒരാൾക്കതിമില്ലാത്ത അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ മെമ്പർമാർ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് ബഡ്ജറ്റ് അവതരണം നടന്നത് CPMും BJPയും തമ്മിലുള്ള കൂട്ടുകെട്ട്, അവിഹിത കൂട്ടുകെട്ടിൻ്റെ ഒരു തെളിവാണ് ഇന്നത്തെ ബഡ്ജറ്റ് അവതരണം ഇവിടെ അവരംഗീകരിച്ചത്. ഒരു അവകാശവും ഈ പ്രസിഡന്റിനും ഈ ഭരണസമിതിക്കും ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഒരു അവകാശമില്ല. ജനാധിപത്യ രീതിയിൽ തന്നെ അവിടെ വളരെ തെറ്റായ രീതിയാണ് നടക്കുന്നത്. ജനാധിപത്യ മര്യാദ പാലിച്ചുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും രാജിവെച്ച് പോകേണ്ടവർ തന്നെയാണ് ഇന്നിവിടെ ഈ ജനാധിപത്യ മര്യാദയെക്കുറിച്ച് അവിടെ പ്രസംഗം നടത്തിയത്. ഞങ്ങളൊരിക്കലും വികസനത്തിനോ അതുപോലെ തന്നെ ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾക്കോ ഒരിക്കലും UDF അംഗങ്ങൾ എതിരല്ല. ഇവിടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട CPM ഭരണസമിതി രാജിവെക്കണം എന്ന് മാത്രമേ നമുക്ക് ജനങ്ങൾ അതാണ് ഉദ്ദേശിച്ച് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കിയത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ പറഞ്ഞു. ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെന്ന് പറയുന്ന കോൺഗ്രസ് അവിശ്വാസം കൊണ്ടുവരണമെന്നും 10 കൊല്ലം UDF ഭരിച്ചിട്ട് യാതൊരു വികസനവും ഉണ്ടായിട്ടില്ലെന്നും പ്രസിഡന്റ് ആരോപിച്ചു. എന്നാൽ അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ അവിശ്വാസം കൊണ്ടുവന്നോട്ടെ. ഇതിനു മുമ്പ് ഒരു അവിശ്വാസം ഷമ്മുകേട്ടൻ വയ്യേണ്ടായപ്പോൾ ഷമ്മുകേട്ടന് പകരം തൊട്ടടുത്തുള്ള മെമ്പർമാരാണ് ഒപ്പിടാറ്. അതിന് പറ്റാണ്ടല്ല, ഒപ്പിടുന്നതാണോ പേരെഴുതുക ഷമ്മുകേട്ടൻ ആരെങ്കിലും എഴുതിയിട്ട് ഷമ്മുകേട്ടൻ ഒപ്പിടും. അത് കണ്ടിട്ട് ഷമ്മുകേട്ടൻ ഒപ്പിടാൻ പറ്റാത്ത ഒരാളെന്നുള്ള ഒരു അവിശ്വാസം കൊണ്ടൊന്നും ഏറ്റവും നീചമായിട്ടുള്ള നടപടിയായിരുന്നത്. വയ്യാത്ത ഒരാൾക്ക് ഒപ്പിടാൻ പറ്റില്ല, അപ്പം അത് ഭൂരിപക്ഷം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അന്നത് അവസാനിച്ചു. പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവർക്ക് അവിശ്വാസം കൊണ്ടുവരാം. അവിശ്വാസമുള്ളോ ഭൂരിപക്ഷം ന്യൂനപക്ഷമൊക്കെ തീരുമാനിക്കും. അതൊന്നും കൂടെ വന്നിട്ടില്ല. പിന്നെ എല്ലാ വാർഡിലും കാര്യങ്ങൾ നടത്തും. ഇവർ വർക്കിംഗ് ഗ്രൂപ്പ് ബഹിഷ്കരിച്ചു. പിന്നെ വന്നിട്ട് ഇന്ത്യനെ വേണമെന്ന് പറഞ്ഞു, അത് എഴുതി കൊടുത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമിതിയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബഡ്ജറ്റ് അത് വലിച്ചു കളയുന്ന ഒരവസ്ഥ അത് കൃത്യമായി അവിടെ ഉണ്ടായിരുന്നവരും എല്ലാവരും കണ്ടതാണ്. ഇത് ശരിയായ രീതിയിലാണ്. ജനങ്ങളെ എല്ലാവരെയും അവരെ പോലും വില കൽപ്പിക്കാത്ത രീതിയിലുള്ള ഒരു പ്രകടനമാണ് ഇന്ന് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. BJP മെമ്പർമാരുടെ പിന്തുണയോടെ ബജറ്റ് പാസാക്കി. നാട്ടികയുടെ വികസനത്തിനാണ് BJP പ്രാധാന്യം നൽകുന്നതെന്ന് മെമ്പർമാരായ സുരേഷ് ഇയാനി, PV സെന്തിൽകുമാർ, ഗ്രീഷ്മ സുഖുലേഷ് എന്നിവർ പറഞ്ഞു.
അവതരിപ്പിക്കലായിരുന്നു. ബഡ്ജറ്റ് അവതരിപ്പിക്കൽ ഒരു വിഭാഗം UDF ഇറങ്ങിപ്പോയി. അവിടെ ഇറങ്ങിപ്പോലല്ല, അവിടെ കുറച്ച് സംഘർഷഭരിതമായ രീതിയിൽ നമ്മുടെ ബഡ്ജറ്റ് വലിച്ചെറിയലൊക്കെ ഉണ്ടായി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഭാഗത്ത് പറയാനുള്ളത് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിക പഞ്ചായത്തിൻ്റെ വികസനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം. അതിന് ഈ 4 വർഷം കഴിഞ്ഞ് 5ാമത്തെ വർഷമാണ്. ഇതുവരെ അതിനൊരു വിഘാതം ഉണ്ടായിട്ടില്ല. ഒരുവിധം നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ച് ബന്ധമില്ല. അതുകൊണ്ട് ഞങ്ങൾ ബഡ്ജറ്റിനെ അംഗീകരിച്ചതായിട്ടാണ് ഞങ്ങളുടെ തീരുമാനം. അതേസമയം വാർഷിക ബജറ്റിൽ ക്ലീൻ ആൻഡ് ഗ്രീൻ വില്ലേജ് പദ്ധതിക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് പ്രാതലും സമ്പൂർണ്ണ ഭവന പദ്ധതിയും സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനവും വിദ്യാഭ്യാസവും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ബജറ്റിൽ മുൻഗണനയുണ്ട്.